Hello everyone, welcome to Nanan Academy. LDC 2024 സീരീസിലെ 8ാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തെറ്റായ പ്രസ്താവന ഉണ്ടെങ്കിൽ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നത് തിരൂരങ്ങാടിയാണ് എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീദിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് പ്രധാന നേതാക്കൾ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റുണ്ടെങ്കിൽ തെറ്റായ പ്രസ്താവന ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നത് തിരൂരങ്ങാടി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം. സ്റ്റേറ്റ്മെൻറ്റ് സി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീദിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് പ്രധാന നേതാക്കൾ. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീദിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. ഡി സ്റ്റേറ്റ്മെൻറ്റ്, മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകളില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മലബാറിലെ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? മലബാറിലെ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് AR നേപ്പ് കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, വില്യം ലോഗൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഏത് കമ്മീഷനാണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഉത്തരം ഓപ്ഷൻ സി, വില്യം ലോഗൻ കമ്മീഷൻ. എന്തിനാണ് വില്യം ലോഗൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്? മലബാറിലെ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, 1924 ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? 1924 ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ് എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി സുഭാഷ് ചന്ദ്രബോസ്, സി ഗാന്ധിജി, ഡി ജവഹർലാൽ നെഹ്റു. 1924 ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ഗാന്ധിജി. അടുത്ത ചോദ്യം, തെറ്റായ ജോഡിയെ കണ്ടെത്തുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ, വിശ്വഭാരതി ബാലഗംഗാധര തിലക്. ഇതിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക, അതാണ് ചോദ്യം. സെർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതാരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് ശരിയാണ്. ഓപ്ഷൻ എ ശരിയായ ജോഡിയാണ്. ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ. ഓപ്ഷൻ ബി ശരിയാണ്. വിശ്വഭാരതി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. വിശ്വഭാരതി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ.
അഞ്ചാമത്തെ ചോദ്യം, ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻസ് 2006 നവംബർ, 2002 നവംബർ, 2008 നവംബർ, 2005 നവംബർ. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ സ്ഥാപിച്ചത്. ഓക്കെ, ഓപ്ഷൻസ് സമത്വ സമാജം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ആത്മവിദ്യാ സംഘം. ഈ പറയുന്നവയിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് ഭാഗം 3, ഭാഗം 5, ഭാഗം 4, ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഭാഗം 4A. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻസ് പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഉത്തരം ബംഗ്ലാദേശ്. ഒമ്പതാമത്തെ ചോദ്യം, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ് വ്യാഴം, ശനി, ശുക്രൻ, ചൊവ്വ. ഏത് ഗ്രഹമാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്? ഉത്തരം ശുക്രൻ. ശുക്രനെയാണ് ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നത്. ഓക്കെ, പത്താമത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. 11ാമത്തെ ചോദ്യം, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ ഘോഷ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? അരവിന്ദ ഘോഷാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. അടുത്ത ചോദ്യം, ബ്രഹ്മസഭയുടെ സ്ഥാപകൻ. ആരാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 13ാമത്തെ ചോദ്യം, ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ഡീസൽ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസൽ. അടുത്ത ചോദ്യം, ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നത്. ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. എന്താണ് പ്രകീർണനം? ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അടുത്ത ചോദ്യം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. 16ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ.
അടുത്ത ചോദ്യം, മലമ്പനി പരത്തുന്ന കൊതുകുകൾ. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഉത്തരം അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. പത്തൊമ്പതാമത്തെ ചോദ്യം, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. 20ാമത്തെ ചോദ്യം, ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്നത്? ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്നത്? ഉത്തരം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്ക്. 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.